എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല മങ്കാട്ടടവ് നമുക്ക് ഒരു 2 നില വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കി കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല മങ്കാട്ടടവാണ് വീട് വരുന്നത്. നമുക്ക് ഇവിടുന്ന് തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് 3 സെൻറ്റിൽ 1350 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഫ്രണ്ടിൽ നമുക്ക് 2 കാർ വരെയുള്ള കാർ പോർച്ച് വരുന്നുണ്ട്. ഇവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമ്മളെ വീട് ചെയ്യിക്കുന്നത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡിസൈനിലാണ് നമുക്ക് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട് നിൽക്കുന്നത് വടക്ക് ദർശനവും വാസ്തു ബേസ്ഡായിട്ടാണ് നമുക്ക് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന കരഭൂമിയിലാണ് വീട് നിൽക്കുന്നത്. നമുക്കിവിടെ ലോറി ഫ്ലോട്ടാണ് വരുന്നത്. നമുക്കിവിടെയും വേറെ ലക്ഷറി ആയിട്ടുള്ള വേറെ 2 വീട് നമുക്ക് സെയിലുണ്ട്. ഈ കാണുന്ന വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉടനെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വീടിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 54 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്കിവിടെ ഗേറ്റ് വന്നിട്ട് നമുക്ക് സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്, നമുക്കൊരു മടക്ക് ഗേറ്റും വരുന്നുണ്ട്. നമുക്കിവിടെ കളർ കോമ്പിനേഷൻ ചെയ്യുന്ന നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് കളർ കോമ്പിനേഷൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ കാർ പോർച്ച് വന്നിട്ട് നമുക്കൊരു കവേർഡ് കാർ പോർച്ചും വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ഒരു ചെറിയ കാറിലുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിലെ ടെയിലാണ്, നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് മാൻ ഹോൾ വന്നിട്ട് നമുക്ക് 2 മാൻ ഹോളും നമുക്ക് ഫ്രണ്ടിലാണ് വരുന്നത്. ഇത് നമ്മളെ വാസ്തു ബേസ്ഡ് ആയിട്ടാണ് നമ്മളെ മാൻ ഹോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. നമ്മുടെ ഫ്രണ്ടിലെ വുഡൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ് വരുന്നത്. അത് നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. വീട്ടിൻ്റെ 4 ചുറ്റും നമുക്ക് ക്യാമറ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, നമ്മളെ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഡോർ വന്നിട്ട് നമുക്ക് ഡോറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലാവാണ്, ഇത് പോളിഷാണ് ചെയ്തിട്ടുള്ളത്, മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഹാള് വന്നിട്ട് നമുക്ക് വലിയൊരു ഹാളാണ് വരുന്നത്. നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. നമ്മുടെ ഹാളിൻ്റെ സൈസ് വന്നിട്ട് 15x11 നമ്മുടെ ഹാളിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4x2 ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇല്ല നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്യാനുണ്ട്. 4 സീലിംഗ് വന്നിട്ട് നമ്മൾ നല്ല കളർഫുൾ ആയിട്ടാണ് നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. 4 സീലിംഗ് നമുക്ക് സ്പോൾ ലൈറ്റാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അകത്തെ കളറൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. നമുക്ക് എത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വന്നിട്ട് നമുക്ക് ഈ കബോർഡിൻ്റെ അകത്താണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. നമുക്കിതിൽ നമുക്ക് അത്യാവശ്യം സ്പേസും വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ഡൈനിങ് സെക്ഷനാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. നമുക്ക് ഹാളിൽ നിന്ന് ഡൈനിങ് സെക്ഷൻ പാർട്ടീഷൻ, നമ്മുടെ കബോർഡ് വർക്കിൽ പാർട്ടീഷൻ തിരിച്ചാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട്. ഇവിടെ നമുക്കൊരു വാഷ് ബേസും വരുന്നുണ്ട്. വാഷ് ബേസൊക്കെ നമുക്ക് നല്ല പ്രീമിയം ലുക്കിലാണ് നമുക്ക് വാഷ് ബേസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ കണക്ഷൻ വന്നിട്ട് നമ്മൾ സിംഗിൾ ഫേസ് ആണ് നമുക്ക് ഇപ്പോൾ വരുന്നത്. നമുക്ക് 3 ഫേസിൻ്റെ ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന V-ഗാർഡാണ്. നമ്മുടെ സ്വിച്ചൊക്കെ വന്നിട്ട് ഹൈഫൈയുടെ സ്വിച്ചാണ് വരുന്നത്. അടുത്ത് നമുക്ക് വരുന്ന ഡൈനിങ് സെക്ഷനിൽ നമ്മുടെ ഒരു വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട്. നമുക്കിവിടെ ചെറിയ രീതിയിൽ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സെക്ഷനിൽ നിന്ന് കിച്ചണിലോട്ട് വരുന്നിടത്ത് നമുക്ക് ചെറിയ രീതിയിൽ കബോർഡ് വർക്കിൽ പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിട്ട്. കിച്ചണിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്കിവിടെ ഫ്ലോർ ടൈലിന് ഉപയോഗിക്കുന്ന നല്ല ഗ്രിപ്പുള്ള ഫ്ലോർ ടൈലാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന ബൂട്ടാൻ ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഹൗസ് സൈഡിൽ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട്. ബാക്ക് സൈഡിൽ നമുക്ക് നനകല്ല് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ നനകല്ല് വരുന്നത്. നമുക്ക് ബാക്കിൽ നമുക്ക് വേസ്റ്റ് എത്തിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെടിയും കാര്യങ്ങളും വയ്ക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 1 ബെഡ്റൂമാണ് വരുന്നത്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് 2 ബെഡ്റൂം വരുന്നത്. നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x11 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിയിൽ ഒരു കബോർഡ് വർക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കബോർഡ് നമുക്ക് ഫിക്സ്ഡ് അല്ല, നമുക്ക് ഇഷ്ടത്തിന് മാറ്റി വയ്ക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സും വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടെയിലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്ന് വരുന്നത് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിൽ നമ്മൾ ഹാൻഡിൽ വർക്കിന് വെച്ചിരിക്കുന്ന ഇരുമ്പാണ്. ഇത് നമുക്ക് പെയിന്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ പർഹോള ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സ്പോൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫോട്ടോസും അതുപോലെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട്. നമ്മുടെ ഹാളിൻ്റെ സൈസ് വന്നിട്ട് 18x13 നമ്മുടെ ഹാളിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു TV യൂണിറ്റ് വരുന്നുണ്ട്. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് നമുക്ക് ഈ ഹാളിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ വലിയൊരു ബാൽക്കണിയും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട്.
ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 പാളിയുടെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് നമുക്ക് 12x10 നമ്മുടെ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫിറ്റിംഗ്സ് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഈ ഡോറിന്റെ ബാക്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. നമുക്ക് നീളം ബാക്കിലാണ് നമ്മുടെ ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്ന് അടുത്തൊരു നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 12x11 നമ്മളെ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയ രീതിയിൽ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. കബോർഡിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. 3 ബെഡ്റൂമിലെ കബോർഡ് നമുക്ക് സെയിം മോഡലാണ് വരുന്നത്. അവിടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂം നമുക്ക് ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്ന നമുക്ക് ബാൽക്കണിയാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. ബാൽക്കണിയൊക്കെ നമുക്ക് വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. നമുക്കിവിടെ നല്ല ആംബിയൻസ് ആണ്. നമുക്ക് ഇവിടുന്ന് റോഡ് വരെ പോകാൻ വേണ്ടി ഒരു 300 മീറ്റർ നമുക്ക് നടന്നാൽ നമുക്ക് മെയിൻ റോഡിൽ പോകാൻ പറ്റും. ബസ് റൂട്ട് വരെ നമുക്കൊരു 300 മീറ്ററേ വരുന്നുള്ളൂ. ബാൽക്കണിയിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിലെ ടെയിൽ വന്നിട്ട് നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് നമുക്ക് ബാൽക്കണിയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ടെറസിലെ ടാങ്ക് വന്നിട്ട് നമുക്ക് 850 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് വരുന്നത്. നമുക്ക് ഇവിടെ വാട്ടർ പ്രൂഫിങ്ങും ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെറസിൽ ഫുള്ളും വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട്. ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല മങ്കാട്ടുടവാണ് നമുക്ക് വീട് വരുന്നത്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഒരു 350 മീറ്റർ മാറിയാണ് നമുക്ക് വില്ല സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഈ വീട് നിൽക്കുന്ന നമുക്ക് 3 സെന്റിൽ 1350 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്കിവിടെ 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ചാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിന്റെ ഡീറ്റെയിൽസ് വന്നിട്ട്. അപ്പോൾ ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും ഈ വീടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മുടെ പുതിയ വീടിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തെന്തായാലും നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റായിട്ട് കാണാം. അതൊരിക്കലും എല്ലാവർക്കും ബൈ.